2026 അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്നാണല്ലോ MLA പ്രഖ്യാപനം. പക്ഷെ ഈ വീടിന്റെ സ്ഥിതി നോക്കൂ. സീത എന്നാണ് ചേച്ചിയുടെ പേര്. എന്തൊരു കഷ്ടമാണ്. ഞാനിപ്പോ ഏങ്ങണ്ടിയൂരില് നമ്മുടെ ആ ശ്മശാനത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ്. ഈ വീട്ടില് ഈ സ്ഥലമൊക്കെ ഇവരുടെ തന്നെയാണ്. 10-20 വർഷമായിട്ട് ഈ കുടുംബം കഴിയുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കും. കാരണം ഇവിടെ ഒക്കെ പാമ്പാണ്, പാമ്പിന്റെ ശല്യമാണ്. അപ്പൊ ഈ പാമ്പുകൾ കയറാതിരിക്കാൻ ഈ കുടിലില് സാരി വലിച്ചു കെട്ടിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. എനിക്കിപ്പോ ഒന്നും ചെയ്തുകൂടാ. കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം സ്കൂളിലായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായതിന് സ്കൂളിലായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസയൊക്കെ എവിടെ പോയി? വളരെ സങ്കടമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും.